SDPI ബാന്ധവത്തിൽ CPM-ന്റെ ഇരട്ടത്താപ്പ് പുറത്തായിരിക്കുകയാണ്. SDPI തള്ളി MV ഗോവിന്ദനെത്തി. SDPI തീവ്ര വർഗീയവാദികൾ, മതരാഷ്ട്രം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവരാണ് SDPI എന്നും MV ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു. അല്പസമയത്തിന് മുൻപാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഉണ്ടായത്. എന്തായാലും ഗോകുൽ പി വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ഗോകുൽ, SDPI തള്ളിപ്പറയുകയാണ് ഇപ്പോൾ CPM ചെയ്യുന്നത്. നേരത്തെ തന്നെ അറിയാം, പല പ്രാവശ്യം അവരുടെ വോട്ട് നേടി ജയിച്ചിട്ടുള്ളവരാണ് CPM-ലുള്ളവർ അധികവും. ഇപ്പോൾ ഇങ്ങനെ SDPI തീവ്ര വർഗീയവാദികളായി. രജനി, പാലക്കാട് തെരഞ്ഞെടുപ്പ് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്നലെ വൈകിട്ട് ഉച്ചയോട് കൂടിയിട്ട് ഈ പാലക്കാട് വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് SDPI ഒരു ലഘുലേഖ വിതരണം ചെയ്തിരുന്നു. അത് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു SDPI-യുടെ ലഘുലേഖ വിതരണം നടന്നത്. അതിനെ ചൊല്ലി അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിനാണ് SDPI തീവ്ര വർഗീയ നിലപാടുണ്ട് എന്ന വസ്തുതയിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തുന്നത്. അതായത് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് ഏകദേശം 5000-ഓളം വോട്ടുകൾ SDPIക്ക് ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വോട്ടുകൾ എന്തായാലും കഴിഞ്ഞ ദിവസം UDF-ന് അനുകൂലമായിട്ട് ലഘുലേഖ വിതരണം ചെയ്തതോടെ ആ വോട്ടുകൾ UDF-ലേക്ക് പോകും എന്നൊരു നില വന്നതായി CPM സംസ്ഥാന സെക്രട്ടറി മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ SDPI-യെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ട് ഉൾപ്പെടെ ഈ SDPI-യുടെ വോട്ടുകൾ നേടി നഗരസഭാ ഭരണം ഉൾപ്പെടെ CPM നടത്തുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണി നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പത്തനംതിട്ട നഗരസഭയിൽ SDPI-യുമായി ബന്ധപ്പെട്ട് അവിടെ നഗരസഭാ ഭരണം നിലനിർത്തിയത് വലിയ വിവാദമാവുകയും സംസ്ഥാന തലത്തിൽ അത് ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആലപ്പുഴയിൽ ഒരു CPM ലോക്കൽ സെക്രട്ടറിക്ക് SDPI-യുമായി ബന്ധമുണ്ടായതിനെ തുടർന്ന് സ്ഥാനം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ആലപ്പുഴയിലെ ചെങ്ങന്നൂരിലെ ഒരു CPI ലോക്കൽ സെക്രട്ടറിക്ക് SDPI നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന് സ്ഥലത്തെ പ്രാദേശികവാദികളായ ഒരുപാട് CPM അനുഭാവികൾ നിരവധി തവണ പരാതി പറയുകയും അത്തരത്തിൽ ഈ SDPI-യുമായി ബന്ധം പുലർത്തിയ ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് 38ഓളം വരുന്ന CPM പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ലോക്കൽ സെക്രട്ടറിയെ CPM-ൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ SDPI-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണം നടത്തുകയും ഭരണം കൈയാളുകയും ഒക്കെ ചെയ്തിട്ടുള്ള പാരമ്പര്യവും ചരിത്രവും CPM-നുണ്ട്. നഗരസഭയിൽ പോലും ഇത്തരത്തിലുള്ളൊരു ബന്ധം, ഒരു അലയൻസ് ഉണ്ടായ വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും അന്ന് 2021 അത് CPM-നെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ SDPI-യുമായി ബന്ധമുണ്ടാക്കുകയും ഭരണത്തിൽ നിലവിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം SDPI UDF-ന് അനുകൂലമായി പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ SDPI തള്ളിപ്പറഞ്ഞുകൊണ്ട് SDPI മതരാഷ്ട്രവാദികളാണ്, ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർക്ക് പിന്നിലുള്ളത്. പാലക്കാട് കോൺഗ്രസ്, SDPI, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് പിന്തുണയോട് കൂടിയിട്ടാണ് ആ ഒരു കൂട്ടുകക്ഷിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് SDPI-യെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ SDPI പാലക്കാട് മത്സരിക്കുന്നതാണ്. മറ്റു 3 പഞ്ചായത്തുകളിൽ വിവിധ വാർഡുകളിലും SDPI മത്സരിക്കുന്നുണ്ട്. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 5000-ഓളം വോട്ടുകൾ ഈ SDPI-ക്ക് ഈ മണ്ഡലത്തിലുണ്ട്. ആ വോട്ട് ഒരുപക്ഷെ CPM-ന് ലഭിച്ചിരിക്കാം എന്നൊരു താല്പര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹം CPM-ന് ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി അത് അസ്ഥാനത്തായിരിക്കുകയാണ്. SDPI പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF-ന് വോട്ട് ചെയ്യണം. CPM BJP കൂട്ടുകെട്ടാണ് പാലക്കാടുള്ളത്. അതിനാൽ UDF-നെ വിജയിപ്പിക്കേണ്ട ആവശ്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന രീതിയിൽ പരോക്ഷമായി ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ലഘുലേഖ ഇന്നലെ ഉച്ചയ്ക്ക് പല മസ്ജിദുകളിലും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം UDF-ന് അനുകൂലമായിട്ടെന്നോണമുള്ള ലഘുലേഖകൾ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും കാലങ്ങളായിട്ട് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ കാലങ്ങളായി CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന, എന്നാൽ കോൺഗ്രസിനും കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ഇത്തവണ ഇവിടെ CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കിട്ടുമെന്ന് ഒരുപക്ഷെ ഇടതുമുന്നണി കരുതിയിരിക്കാം. എന്നാൽ അത് കിട്ടില്ല എന്ന ഘട്ടം വന്ന സമയത്തോടു കൂടിയിട്ടാണ് തള്ളിപ്പറയാൻ CPM തയ്യാറായിരിക്കുന്നത്. ഈ തീവ്ര വർഗീയവാദികളായിട്ടുള്ള SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും തള്ളിപ്പറയുന്നതിലൂടെ മറ്റൊരു വിഭാഗത്തിന്റെ വോട്ടുകൾ ഈ അവസാന ഘട്ടത്തിലെങ്കിലും സമാഹരിക്കാം എന്നൊരു ലക്ഷ്യമായിരിക്കാം ഒരുപക്ഷെ CPM-ന്റെ. പക്ഷേ ആ ലക്ഷ്യം വയ്ക്കുമ്പോഴും CPM-ന്റെ മുന്നത്തെ കഥകളൊക്കെ തന്നെ നമുക്കറിയാം. പത്തനംതിട്ടയിൽ കോട്ടാങ്കലിലെ വിഷയം അറിയാം. ഒപ്പം തന്നെ പത്തനംതിട്ട നഗരസഭയിൽ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച്. SDPI-യും ബന്ധത്തെ പരസ്യമായി എതിർത്ത ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി വരെ സ്വീകരിച്ചവരാണ്.
അതെ, അതുതന്നെയാണ്. SDPIയെ തലോടിയും തഴുകിയും ഒക്കെ ആയിരുന്നു CPM പല സ്ഥലങ്ങളിലും ഭരണം നടത്തിയിട്ടുള്ളത്. അത്തരം വാർത്തകൾ നിരന്തരം പുറത്തു വരികയും അത് വിമർശന വിധേയമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ പരസ്യമായ പ്രതികരണങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മാത്രമാണ് SDPIക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കാനോ അവർ വർഗീയവാദികളാണ് അല്ലെങ്കിൽ ഇസ്ലാം രാഷ്ട്രം വേണമെന്ന ആശയം മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്നവരാണ്, അവരുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയാനോ CPM തയ്യാറാവുന്നത്. ഇതല്ലാതെ പല സ്ഥലങ്ങളിലും വാർഡുകളിലും പഞ്ചായത്തുകളിലുമൊക്കെ ഈ രഹസ്യമായിട്ട് CPM SDPIയും തമ്മിൽ നിലവിൽ പോലും ബന്ധമുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഭരണം കൈയാളുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം.